കോൺഗ്രസിനെന്നും ആഗ്രഹമാണ്, മത്സര കൊതിയന്മാരാണ് കോൺഗ്രസ് എന്ന് പറയുന്നതിൻ്റെ നേർചിത്രമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 6 എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു. അതിലാരൊക്കെയാണ്? ഷാഫി പറമ്പിൽ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, അങ്ങനെ കെ സുധാകരൻ അടക്കമുള്ള യുവ നേതാക്കന്മാരും അധികായന്മാരും ഒക്കെ കൂടി വീണ്ടും ഇലക്ഷൻ പ്രചരണത്തിൽ സജീവമാകണമെന്ന് വാശി പിടിക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോവുകയാണ്. പച്ചയ്ക്ക് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും VD സതീശനും കൃത്യമായി മത്സരിപ്പിക്കില്ല, ഒരാൾ പോലും നേതൃത്വത്തെ വെട്ടിലാക്കുന്ന പരാമർശങ്ങൾ നടത്തണ്ട എന്ന് പറയുമ്പോഴും ആളുകൾ മുമ്പിലോട്ട് വന്നിട്ട് ഞാൻ മത്സരിക്കുമെന്ന് പച്ചയ്ക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്ന അവസ്ഥ. 10 വർഷം പ്രതിപക്ഷത്തിരുന്നാലും ഇനി ഈ പാർട്ടിയെ വെട്ടിലാക്കാതിരിക്കണമെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ, വെട്ടിലാകുന്നതല്ല പ്രശ്നം, എൻ്റെ അധികാര കൊതി തന്നെ നടപ്പിലാക്കിയെടുക്കണമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് വരുന്നത് എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ മത്സരിക്കുമോ? നിങ്ങൾ ഈ പാർട്ടി വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ മത്സരിക്കുമോ എന്ന് കെ സുധാകരനെ പോലെ ഒരു സീനിയർ നേതാവിനോട് ചോദിക്കുമ്പോൾ മത്സരിക്കും മത്സരിക്കും മത്സരിക്കും, കണ്ണൂർ ഞാൻ ഉണ്ടാകുമെന്ന് പറയുന്ന രീതിയിലേക്ക് നേതൃത്വത്തിന് പുല്ലുവില കൊടുക്കുന്ന അവസ്ഥ. ഈ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ എന്തായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ചർച്ച ചെയ്യുന്നതിന് വീണ്ടും വീണ്ടും നേർചിത്രമാവുകയാണ് കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ എന്നുള്ളതാണ്. പുതുയുഗ യാത്രയിൽ ഓരോ വേദിയിലും നമ്മൾ കണ്ടതാണ് അഭിപ്രായ വ്യത്യാസങ്ങളും സ്വരച്ചേർച്ചകളും. അതിനുശേഷം ഓരോ നിലപാടുകൾ പറയുമ്പോഴും കോൺഗ്രസ് ഇപ്പോഴും 2 തട്ടിലല്ല 10 തട്ടിലായി പോകുന്നു എന്നുള്ളതിൻ്റെ ഉത്തമോദാഹരണമാവുകയാണ്. ജനങ്ങൾ മുഴുവൻ മണ്ടന്മാരാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച എംപിമാർ വീണ്ടും നിയമസഭയിലേക്ക് വരുമ്പോൾ പേക്കൂത്തും പട്ടിഷോയും കാണിക്കാൻ വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളെയും പൊതുഖജനാവിനെയും മാറ്റുന്നു എന്ന് നമ്മൾ കാണാതെ പോകരുത്. വീണ്ടും ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് ലോക്സഭാ മണ്ഡലങ്ങളെ കടത്തിവിടുന്നതിന് മറുപടി പറയേണ്ടി വരും കോൺഗ്രസെ നിങ്ങൾ എന്നുള്ളതാണ്. ഒരു ക്രോഡീകരണമോ ഒരു ഒത്തിണക്കമോ സ്ഥാനാർത്ഥി നിർണയത്തിൽ കൊണ്ടുവരാൻ സാധിക്കാതെ ആവശ്യമില്ലാത്ത പ്രതികരണങ്ങളുമായി മുന്നോട്ട് പോകുന്ന കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസവും പടലപ്പിണക്കങ്ങളും രാഷ്ട്രീയ കേരളത്തിൽ കൃത്യമായി മുമ്പോട്ട് പോകുന്നതിൻ്റെ നേർചിത്രങ്ങളാകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പുള്ള മണിക്കൂറുകൾ എന്ന് പറയാതെ വയ്യ.